അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല? അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. ഞാൻ ഇൻട്രോ പറയുന്ന സ്ഥലം മാറ്റി പിടിച്ചിട്ട് അകത്തിരുന്ന് കണ്ട് ഇൻട്രോ പറയാന്ന് വിചാരിച്ച്. എന്നിൻ്റെ അടുക്കള ഭാഗം കണ്ട് നിങ്ങൾ ചടക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അകത്തിരുന്ന് കണ്ട് ഇൻട്രോ പറയാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായി കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ, ലൈക്കും ചെയ്യണേ, ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നലെ ഇതുപോലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ. ഇന്നലെ ഞാൻ കറക്റ്റ് 8 മണിക്കാണ് ഞാൻ ഇപ്പോൾ രാത്രി റമദാൻ്റെ വീഡിയോ ഇടൽ. ഇപ്പം ഡേ 1 ഡേ 2 അങ്ങനെയായിട്ട് ഞാൻ വീഡിയോ ഇടലുണ്ടല്ലോ. ഞാൻ നല്ല രാത്രി 8 മണിക്കാണ് വീഡിയോ ഇട്ടിട്ടാ. പക്ഷെ കുറേ കണ്ട് കഴിഞ്ഞ് 1K ഇക്കണ് വ്യൂവേഴ്സ് 1K ആയി. അതുകൊണ്ടായപ്പോൾ എന്താ പറയൽ, നമ്മൾ YT സ്റ്റുഡിയോയിൽ 1K കാണിക്കും, മറ്റേ ഇതിലേക്ക് പതുക്കെ ഉള്ളോട്ടെ നമ്മളെ വ്യൂവേഴ്സ് ഇങ്ങനെ കാണിക്കൽ. ഇങ്ങനെ YT സ്റ്റുഡിയോയിൽ ലോങ് ആയി കാണിക്കും, യൂട്യൂബിൽ നോക്കുമ്പോൾ കുറച്ച് പിന്നെ പതുക്കെയാണ് യൂട്യൂബിൽ കയറൽ, അങ്ങനെയുണ്ട്. പക്ഷെ ഞാൻ ഇട്ട പണി 1K ആയും ചെയ്ത്. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കാണിക്കണം. എന്ത് മ്യൂസിക് മേലാണ് കോപ്പിറൈറ്റ് വന്നതെന്നത് എനിക്കറിയൂല. കോപ്പിറൈറ്റ് കാണിച്ച് അപ്പം ഞാനത് ഡിലീറ്റ് ആക്കി. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് വേണ്ടല്ലോ, അത് എന്ത് കുന്ത്രാണ്ടാണോ വെച്ചാൽ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടി ഞാൻ എഡിറ്റ് ചെയ്ത് ആ വീഡിയോ തിരിച്ചും മറിച്ചും കണ്ടുകാണ്ട് ഇനിയിപ്പോൾ തംബ്നെയിലും ഞാൻ എന്ത് ചെയ്താൽ അതിൻ്റെ തംബ്നെയിലും വേറെ മാറ്റിങ്ങാണ്ട് തംബ്നെയിലിട്ട്. പിന്നെ വ്യൂവേഴ്സ് കയറണില്ല, ആ 1K പോലും കിട്ടണില്ല. ഇന്നലത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോ അത്ര കയറിയിട്ടില്ല എന്നത്ര തന്നെ. പിന്നെ ഇനി കണ്ടിരുന്ന ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഇനിയിപ്പോൾ ഇത് കണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് അറിയൂല. ഇന്നലത്തത് പണി പാലും വള്ളത്തിൽ കിട്ടിയെന്നറിയില്ല, അതുപോലെ പണി പാലും വള്ളത്തിൽ കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് സന്തോഷമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂത്ത മോൻ്റെ പിറന്നാളാണ് കേട്ടോ ഇന്ന്. എൻ്റെ മൂത്ത മോനക്ക് 13 വയസ്സായി. അപ്പോൾ അവനക്ക് 13 വയസ്സായി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ഇപ്പോഴും അവന് മോനോ പൊന്നോ എന്ന് പറഞ്ഞാണ്ട് നടന്നിട്ട് എനിക്കും ഇക്കാക്ക് ഇപ്പോഴും അവൻ കുഞ്ഞ കുട്ടിയാണ്. ഇപ്പോഴും കുഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവന് എപ്പോഴും വന്നിട്ട് അറിയും ഉമ്മച്ചിൻ്റെ തോളിൻ്റെ അത്ര അയക്കണ്ട, ഞാൻ വലിയ കുട്ടിയായിക്കണി, ഞാൻ തോളിൻ്റെ അത്ര അയക്കണെന്നറിയാം എപ്പോഴും. അപ്പോൾ എനിക്കിപ്പോഴും അവനെ കാണുമ്പോൾ ഞാൻ പ്രസവിച്ചിട്ട് ആ കുഞ്ഞാവനെയാണ് എനിക്ക് കാണല്. പക്ഷെ എന്താ പറയല് 13 വയസ്സായി എന്ന് പറയുമ്പോൾ എത്ര എളുപ്പം കൊണ്ടാണില്ലേ മക്കളൊക്കെ വളരുന്നത്. നമുക്ക് ഉമ്മമാർക്ക് എപ്പോഴും മക്കൾ എത്ര വലുതായാലും നമുക്ക് എന്നും കുഞ്ഞാവാളാണല്ലേ നമ്മളെ മക്കളിലെ. അപ്പം നിൻ്റെ കുഞ്ഞിനൊരു കുഞ്ഞ് കേക്ക് മേടിച്ചിട്ട് ഒരു കുഞ്ഞൊരു കേക്ക് മുറി ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, എല്ലാ കൊല്ലം ഇതുപോലെ വലുതാക്കി കേക്കലൊന്നും ചെറുതായിട്ടൊന്നൊരു കുഞ്ഞ് കേക്ക് മേടിക്കും. അതന്നെ ഒരു കേക്ക് മുറി വലിയതാക്കിയിട്ടൊന്നും കേക്കില്ല കേട്ടോ. ആ 2ാമത്തെ 3, 4 അങ്ങനത്തെ ആ ഒരു വയസ്സിൽ കഴിച്ചിരുന്നു. അന്നൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉപ്പച്ചി നാട്ടിലുണ്ടായിരുന്നു. അവൻ്റെ ഉപ്പച്ചി ഗൾഫ് പോകാൻ. പക്ഷെ ഞങ്ങൾ അങ്ങനെ വല്ലാതെ കഴിച്ചിട്ടില്ല ഒന്നും. അത്ര എന്താ പറയണത്, മുപ്പരാളി നാട്ടിലില്ലാതെ അങ്ങനെ ഒരു ആഘോഷമാണ് അങ്ങനത്തെ ഒരു ഇതിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ഇവർ പിള്ളേർ സന്തോഷത്തിന് ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവർ തന്നെ അങ്ങനെ മുറിച്ചു. അതന്നെ. അപ്പം ഇന്നും അവനോട് അവൻ്റെ ഉപ്പച്ചി വിളിച്ചിട്ട് ചോദിച്ചു ഉപ്പച്ചിൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ ഉപ്പച്ചിക്കൊന്നും വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മുപ്പരാളിനോട് പറഞ്ഞിരുന്നത് നമുക്കൊരു കുഞ്ഞ് ഒരു കേക്ക് മേടിച്ചിട്ട് അത് മുറിച്ച് കൊടുക്കാൻ പറഞ്ഞാണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് കേക്ക് മേടിച്ചിങ്ങാണ്ട് ആ ഒരു കുഞ്ഞ് കേക്ക് മുറി ഉണ്ട്. പിന്നെ നമ്മൾ സർവ്വസാധാരണ പോലത്തെ ആ നോമ്പ് പറക്കൽ, നമ്മളെ വീട്ടിൽ നോമ്പ് പറക്കൽ നിങ്ങൾ കാണാണല്ലോ എങ്ങനത്തെയാണ് ഏത് തരത്തിലാണെന്നുള്ളത് അതന്നെ കേട്ടോ. പിന്നെ എന്നത്തെ പോലെ തന്നെ ഉമ്മ പനട്ട് ഡയാലിസിന് പോകും. ആ ഒന്നരാടം പോണത് ഞാൻ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പം നമ്മൾ ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ദോശ പോലെ 2-3 ചുട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ എടുക്കണല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത് കിട്ടാം. അപ്പോൾ ഒന്ന് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഉമ്മിപ്പി അവിടെ ഉണ്ട് കേട്ടോ. മൂത്ത മോന് ഇന്ന് പരീക്ഷയാണല്ലോ, പരീക്ഷയിൽ പോയിട്ട് അവിടെ എടുക്കുകയാണ്. ആളെ വന്നിട്ട് പറഞ്ഞിട്ട് വെച്ച് തലവേദന എനിക്കുണ്ടെന്ന് പറയും, നോമ്പെടുത്തിട്ടാണ്. പിന്നെ എമ്മട്ടം വെയിലാണല്ലേ. അതൊന്ന് ഞാൻ ദോശ ഒതുക്കാന്ന് വിചാരിച്ച്. ഇന്നലെ പൊറാട്ട മിനിയാന്ന് ബിരിയാണി ഒക്കെ ഒരു എന്നിപ്പോൾ ഈ നെയ്യിലും കാര്യങ്ങളൊക്കെ ആവാൻ പറ്റില്ലല്ലോ വെച്ചിട്ട് ദോശ കൊടുക്കാൻ. പിന്നെ രാവിലെ എരുത് കിട്ടിയിരുന്നിട്ടാ, കല്ലുമ്മക്കായ ഉണ്ടല്ലോ, നിങ്ങളവിടെ എന്താ പറയാനറിയില്ല. അത് കിട്ടിയത് അങ്ങനെ റോട്ടുമ്മക്കൂടെ അങ്ങനെ ബക്കറ്റിലാക്കിയാണ്ട് പോയപ്പോൾ
അത് കിട്ടി, അത് ഞാൻ മേടിച്ചു. അപ്പം അത് റോസ്റ്റ് ആക്കും ചെയ്യാം, ഇത് ദോശ ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഇത് അങ്ങനെ കണ്ടു പോകും. ഇന്നത്തെ ഈ ഞങ്ങളുടെ കുഞ്ഞ് സ്പെഷ്യൽ ഇതാണ് കേട്ടോ, ഈ ദോശയും എരുത് റോസ്റ്റ് ആക്കിയത്. എരുത് കറി വെക്കാൻ, എരുത് കറി വെക്കല്, എരുത് വരയ്ക്കുക. ഞാൻ എരുത് കറിയിട്ട് വന്നിട്ടോ എൻ്റെ മുന്നിൽ നോക്കുക. അപ്പൊ എരുത് വരയ്ക്കാണ്. എന്റെ മുഖം നല്ലപോലെ കാണുന്നുണ്ടാ? എന്ത് ഫ്രൈ ആക്കാൻ, എന്ത് വെച്ചല്ല, എന്ത് ഫ്രൈ ആക്കണം എന്റെ മോടി ഇതുകൊണ്ട് ലേസം കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഇതുണ്ടാവില്ല, ചെറുപ്പൊക്കെ ഒഴിവാക്കുക, ബാക്കി നാളെ എടുക്കാന്ന് പറഞ്ഞാണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ചടപടേ ഈ പണി ഞാൻ കേൾക്കട്ടെ. രണ്ട് സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ അങ്ങനെ വല്ലാതെ ഇതറിയൂലട്ടോ. ഈ കുക്കിങ് ചെയ്യുന്നത് ഇങ്ങനെ ഇത് ഇത്ര സ്പൂൺ അങ്ങനെ കാണിച്ചു തരാൻ അറിയില്ലട്ടോ. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുത്തരാം. ഞാനിപ്പോൾ ഇവിടെ ഈ വ്ളോഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. 1.5 സ്പൂണ് മല്ലിപ്പൊടി, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളകൊക്കെ പാട്ട് വാട്ടിയിട്ട് കേട്ടാ, ഉപ്പിട്ടുകൊണ്ട് വാട്ടി. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇട്ടിട്ട് നമ്മൾ നല്ല കണ്ട് അതിൻ്റെ ആ പച്ചമുളക് മാറുവോളം വരച്ച് ഇതാക്കിയിട്ട് നല്ല ഞങ്ങൾ മുറിച്ചെടുക്കുക. ലേസം വാങ്ങിയിട്ട് ഇതിന് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയിട്ട്, 2 പൊതി വാങ്ങിയിട്ട് ഒന്ന് തറവാട്ടിനോക്കും കൊടുത്തിരുന്നേ, ഒന്ന് ഞങ്ങൾ എന്റെ താത്ത അവിടുന്ന് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ ഇതിപ്പം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി കൊണ്ട് നോക്കിച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇത് കൊണ്ട് വേവിച്ച് വെക്കാൻ. ലേശം നമ്മൾ ഗരം മസാലയും എന്താ പറയുക, ഇനി അത് ചുടുവെള്ളത്തിൽ ആദ്യം ഇതിന്റെ ആ ഇതൊക്കെ കളഞ്ഞിട്ട്, വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് ചുടുവെള്ളത്തിൽ ഞാൻ ഇതാക്കി എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് ഇതൊന്നും കൊണ്ട് ഇതായതിനു ശേഷം ഇതിലേക്ക് ലേശം നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ട് നല്ല കണ്ട് എന്താ പറയുക മുരിച്ചെടുക്കണം. മുരിക്കാരോട് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ എടുത്തിട്ട് അതന്നെ നമ്മുടെ ഫ്രൈ. അപ്പൊ ഞാൻ അത് ചടപടേ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. എന്തായിട്ടോ പിന്നെ അപ്പൊ ഞാൻ മുരിയരിക്കണ്ടെന്ന് അറിഞ്ഞി. ഇമ്മ അറിഞ്ഞ മുരിയരിക്കണ്ട നമുക്ക് ദോശയ്ക്ക് ഇങ്ങനെ ഒരു ലേശം ഒരു കറി പോലെ ആദ്യം കാണാൻ തന്നെ. അപ്പൊ അത് സംഭവം സെറ്റായി. പിന്നെ ഉമ്മ അവിടെ അവിൽ മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്. നോമ്പറക്കുമ്പോഴത്തേന് അവിൽ മിൽക്ക് വേണമെന്നിട്ട് അവിൽ മിൽക്കും വെള്ളവും കലക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഇത്രത്തേനുള്ളൂ കേട്ടോ. ഫ്രൂട്ട്, പൊരിക്കടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ നിരോധിച്ചിരിക്കുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം നമ്മൾ കൊണ്ടുവരും. അഥവാ ഇന്നലെ നിങ്ങൾ എന്റെ വീഡിയോ കണ്ടു കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ എളിയമ്മ ഞാൻ പറഞ്ഞില്ല നോമ്പറക്കാൻ വന്നപ്പോൾ എളിയമ്മക്ക് ഒരാൾ പെരേക്ക് വരുമ്പോൾ നമുക്ക് വാങ്ങാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വാങ്ങിയിരുന്നു. അപ്പം ഇപ്പൊ ഒന്നൊക്കെ തിന്നു. പക്ഷെ നമ്മൾ എന്നും വാങ്ങിയിട്ട് അല്ലെങ്കിൽ എന്നും നമ്മൾ ഇതിലിവിടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഷ്ടകാലത്തിനായിട്ട് പകർന്നില്ലാതിപ്പോയിരുന്നു. പിന്നെ അത് നമ്മൾ ഇങ്ങനെ നടക്കണ്ട. അപ്പൊ ഞങ്ങള് അതൊക്കെ ഉണ്ടാക്കി നിരോധിച്ചിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് കേക്ക് ഉണ്ടല്ലോ, അപ്പൊ അതായിട്ട് ഞങ്ങൾ ഇന്ന് സെറ്റാക്കി. അതട്ട് അവിടെ നിന്നിട്ട് അവല് മിൽക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ വണ്ടി ഉണ്ടായിരുന്നിട്ട് ആ വണ്ടിയായിട്ടൊന്ന് ഓടിക്കാന്ന് വെച്ചു. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലമായി ഞാൻ ലൈസൻസ് എടുത്തുകൊണ്ട് പെട്ടിയിൽ പൂട്ടി വെച്ചിട്ട്
ഈ ഒരു സാധനത്തുമ്മ കയറാൻ പേടിച്ച് 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 എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എടുത്ത് ഓടിക്കും, പിന്നെയും മറക്കും, പിന്നെയും ഓടിക്കും. അങ്ങനെ ആയിട്ടൊന്ന് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ലെവലാക്കി വെക്കാന്ന്, ഒന്ന് സെറ്റാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്ന് 7ാമത്തെ നോമ്പ് ഞങ്ങൾ പിറന്നിട്ടോ. അപ്പോൾ എൻ്റെ പിള്ളേരുണ്ട് ചോദിക്കണേ എപ്പോഴാ മുറിക്കുക കേക്ക്, എപ്പോഴാ മുറിക്കൻ്റെ. ചെറിയ ആൾക്ക് തീരെ ക്ഷമ ഇല്ല കേട്ടോ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, ഇതന്നെ ലോങ് വീഡിയോ ആയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും മഹസ്സലാമ.